ഹായ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാറ്റാബേസ് കീസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കീസ്? നമുക്ക് ഇപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരുപാട് കോളംസ്, റോസ് അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമുക്കപ്പോൾ കീസ് എന്താണെന്ന് നോക്കാം. എന്താണ് കീയുടെ ഡെഫിനിഷൻ? എ കീ ഈസ് എൻ ആട്രിബ്യൂട്ട് ഓർ എ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ that uniquely identify or distinguish each tuple from other tuples in a given relation. അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻ, അതായത് ഒരു ടേബിളിൽ കുറച്ച് ആട്രിബ്യൂട്ട്, ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകളോ ഒരു പ്രത്യേകം റോനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യുണീക്ക്ലി നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഒരു റോനെ അല്ലെങ്കിൽ ഒരു റോയിലുള്ള ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകളോ ഒരു കൂട്ടം ഇൻഫോർമേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ടേബിളിൽ, സ്റ്റുഡൻറ്റിൻ്റെ ഒരു ടേബിളിൽ അഡ്മിഷൻ എന്ന് പറയുന്നൊരു റോ ഉണ്ട്. ആ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടിന്, ആട്രിബ്യൂട്ടിന് ഒരു പ്രത്യേകം ഒരു ഫീച്ചർ ഉണ്ട് അല്ലേ. അതായത് അഡ്മിഷൻ നമ്പറിൽ ഓരോ അഡ്മിഷൻ നമ്പേഴ്സും ഓരോ കുട്ടികളെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു കോളത്തിനോട് പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ആട്രിബ്യൂട്ടുകളും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾക്കും ഇതുപോലെയുള്ള ഓരോ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് കീസ് വരുന്നുണ്ട്. അതിൽ കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ, ഇത്രയും കീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്കൊരു കീനെ പറ്റിയിട്ട് പറയാനുണ്ട്, കോമ്പോസിറ്റ് കീ. കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഉള്ള കീസിനെ, ഇപ്പോൾ ഒരു കീയിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് ഉണ്ട്, അതിനെ നമ്മൾ കോമ്പോസിറ്റ് കീ എന്നാണ് പറയാം. ഇഫ് എ കീ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട് ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ കോമ്പോസിറ്റ് കീ. അതായത് ഇപ്പം അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കീയിൽ ഇത്രയും കോളംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നിൽ കൂടുതൽ കോളംസ് വരുന്നുണ്ട്, അല്ല ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കീനെ നമുക്ക് കോമ്പോസിറ്റ് കീ എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ വരുന്ന, അതായത് കോളംസ് വരുന്ന കീസിനെ കോമ്പോസിറ്റ് കീ എന്ന് പറയാം. അതുകൂടാതെ നമുക്ക് പഠിക്കാനുള്ള കീസാണ് കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. ഇവിടെ നമുക്ക് റെഫർ ചെയ്യാൻ ടേബിൾ 8.2, ടേബിൾ 8.3, അതായത് റിലേഷൻ സ്റ്റുഡൻറ്റ് റിലേഷനാണ് ടേബിൾ 8.2 എന്ന് പറയുന്നത്. അതുപോലെ ടേബിൾ 8.3 എന്ന് പറയുന്നത് ബാച്ച് എന്ന് പറയുന്ന റിലേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് എന്താണ് കീ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കീ നോക്കാം, കാൻഡിഡേറ്റ് കീ. എന്താണ് കാൻഡിഡേറ്റ് കീ? അതായത് എ കാൻഡിഡേറ്റ് കീ ഈസ് ദ മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്ക്ലി ഐഡൻറ്റിഫൈസ് എ റോ ഇൻ എ റിലേഷൻ. ഒരു റിലേഷനിൽ, ഒരു ടേബിളിൽ ഉള്ള മിനിമം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ്, മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുക. അതായത് ഒരു റിലേഷനിൽ ഉള്ള എല്ലാ ആട്രിബ്യൂട്ടുകളും എന്താണ്? കാൻഡിഡേറ്റ് കീ ആണ്. ഒരു ടേബിളിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അവരെ എല്ലാവരെയും നമുക്ക് കാൻഡിഡേറ്റ് കീ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് റിലേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ ബാച്ച് റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് റിലേഷനിൽ ഏതാണ് കാൻഡിഡേറ്റ് കീ? അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? അഡ്മിഷൻ നമ്പർ കാൻഡിഡേറ്റ് കീ ആണ്. റോൾ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കാൻഡിഡേറ്റ് കീ ആണ്. നെയിം കാൻഡിഡേറ്റ് ആണ്. ബാച്ച് കോഡ് കാൻഡിഡേറ്റ് ആണ്. മാർക്സ് കാൻഡിഡേറ്റ് ആണ്. റിസൾട്ട് കാൻഡിഡേറ്റ് ആണ്. എല്ലാവരും കാൻഡിഡേറ്റ് കീ ആണ്. കൂടാതെ അവർ കോമ്പോസിറ്റ് കീ കൂടെയാണ്. അതായത് ഈ ഒരു സ്റ്റുഡൻറ്റ് റിലേഷനിൽ കാൻഡിഡേറ്റ് കീയിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ വരുന്നില്ലേ, അപ്പോൾ അതൊരു കോമ്പോസിറ്റ് കീ കൂടെയാണ്. നെക്സ്റ്റ് ആണ് ബാച്ച് റിലേഷൻ. ബാച്ച് റിലേഷൻ എന്ന് പറയുന്ന റിലേഷനിൽ ഏതൊക്കെയാണ് കാൻഡിഡേറ്റ് കീയിൽ ആരൊക്കെയാണ് വരിക? ബാച്ച് കോഡ് വരും, ബാച്ച് നെയിം വരും, സ്ട്രെങ്ത് വരും. അപ്പോൾ എന്താണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്? ഒരു റിലേഷനിലുള്ള മിനിമം സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് അതിലുള്ള എല്ലാ ആട്രിബ്യൂട്ടുകളെയും നമുക്ക് കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് കീ ആണ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറയുന്നത് മെയിൻ ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറയാം. എ പ്രൈമറി കീ ഈസ് വൺ ഓഫ് ദി candidate key chosen to be the unique identifier for that table by the database designer. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ടേബിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് റിലേഷനിൽ നമുക്ക് ഓരോ റോകളെ എങ്ങനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അഡ്മിഷൻ നമ്പർ നോക്കിയാൽ മതി.
101 എന്ന് പറയുന്ന ആ ഒരു റോ സച്ചിൻ എന്ന് പറയുന്ന ആളുടെ മാത്രമാണ്. 102 അഡ്മിഷൻ നമ്പർ രാഹുലിൻ്റെ മാത്രമാണ് അല്ലേ. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്ന ഒരു ആട്രിബ്യൂട്ട് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് റിലേഷനിലെ പ്രൈമറി കീ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അഡ്മിഷൻ നമ്പറാണ് പ്രൈമറി കീ. അപ്പോൾ പ്രൈമറി കീ എന്താ? ഒരു കാൻഡിഡേറ്റ് കീ ആയിരിക്കും. അതായത് കാൻഡിഡേറ്റ്സ് കീന്ന് നമ്മൾ ഒരു ആട്രിബ്യൂട്ടിനെ മാത്രം സെലക്ട് ചെയ്യുന്നു, അതാണ് പ്രൈമറി കീ. ആളായിരിക്കും ആ ഒരു ടേബിളിലുള്ള എല്ലാ റോയിനെയും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാച്ച് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേബിളിൽ ഏതായിരിക്കും പ്രൈമറി കീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ബാച്ച് കോഡ് അല്ലേ. ബാച്ച് കോഡ് ഓരോന്നും യൂണീക്കായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാച്ച് എന്ന് പറയുന്ന റിലേഷനിലെ പ്രൈമറി കീ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാച്ച് കോഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രൈമറി കീയിൽ നൾ വാല്യൂസ് വരാൻ പാടില്ല. ഓരോ റോനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം ആ ഒരു പ്രൈമറി കീയിൽ എംപ്റ്റി വാല്യൂസോ നൾ വാല്യൂസോ ഒന്നും കയറി കിടക്കാനായിട്ട് പാടില്ല എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് കീ ആണ് ഓൾട്ടർനേറ്റ് കീ. എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് ദ പ്രൈമറി കീ ഈസ് കോൾഡ് ആൻ ഓൾട്ടർനേറ്റ് കീ. എന്താണ് ഓൾട്ടർനേറ്റ് കീ? ഒരു ടേബിളിലുള്ള കാൻഡിഡേറ്റ് കീ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചല്ലോ. ആ ടേബിളിലുള്ള എല്ലാ ആട്രിബ്യൂട്ടുകളും കാൻഡിഡേറ്റ് കീ ആണ്. ആ കാൻഡിഡേറ്റ് കീയിൽ നിന്ന് പ്രൈമറി കീനെ മാറ്റിയിട്ടുള്ള ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് ഓൾട്ടർനേറ്റ് കീ എന്ന് പറയാം. എന്താ പറഞ്ഞത്? ഒരു ടേബിളിലുള്ള കാൻഡിഡേറ്റ് കീയിൽ നിന്ന് പ്രൈമറി കീനെ മാറ്റിയിട്ടുള്ള ബാക്കി വരുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് ഓൾട്ടർനേറ്റ് കീ എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് റിലേഷനിൽ ഓൾട്ടർനേറ്റ് കീ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ആദ്യം ഇതിൽ കാൻഡിഡേറ്റ് കീ ഏതൊക്കെയാണ്? എല്ലാ ആട്രിബ്യൂട്ടും കാൻഡിഡേറ്റ് ആണ്. ഇതിൽ നിന്ന് പ്രൈമറി കീനെ മാത്രം മാറ്റാം. പ്രൈമറി കീ ആരാ വരുന്നത്? അഡ്മിഷൻ നമ്പർ, അവരെ മാറ്റി. ബാക്കി വരുന്നവരാണ് ഓൾട്ടർനേറ്റ് കീ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് ഓൾട്ടർനേറ്റ് കീ? സ്റ്റുഡൻറ്റ് റിലേഷനിൽ റോള്, നെയിം, ഡാഷ്ബോർഡ്, മാർക്സ്, റിസൾട്ട്. അഡ്മിഷൻ നമ്പർ ഉണ്ടാവില്ല അതിൽ. അപ്പോൾ ഇതാണ് ഓൾട്ടർനേറ്റ് കീ. ബാച്ച് എന്ന് പറയുന്ന റിലേഷനിൽ ആരായിരിക്കും ഓൾട്ടർനേറ്റ് കീ വരിക? ബാച്ച് നെയിമും സ്ട്രെങ്ത്തും. അപ്പോൾ ഇതാണ് ഓൾട്ടർനേറ്റ് കീ. നെക്സ്റ്റ് ആണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. നമ്മൾ ആരെയും ഫോറിനേഴ്സ് എന്ന് പറയാം. പുറത്തു നിന്ന് ഒരാൾ നമ്മളുടെ അവിടേക്ക് വരിക എന്നുണ്ടെങ്കിൽ ആൾ ഫോറിനറാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് വേറൊരു ടേബിളിൽ ഉള്ള ഒരു ആട്രിബ്യൂട്ട് മറ്റൊരു ടേബിളിൽ പ്രസൻ്റ് ആണെങ്കിൽ എന്താണ്? അതിനെ നമുക്ക് ഫോറിൻ കീ എന്ന് പറയാം. എ കീ ഇൻ എ ടേബിൾ ക്യാൻ ബി കോൾഡ് ഫോറിൻ കീ ഇഫ് ഇറ്റ് ഈസ് എ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. അപ്പോൾ എന്താണ്? ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഒരു ടേബിളിൽ ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫോറിൻ കീ എന്ന് പറയാൻ പറ്റും. എങ്ങനെ? ആ ഒരു ആട്രിബ്യൂട്ട് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആണെങ്കിൽ വേറൊരു ടേബിളിലുള്ള പ്രൈമറി കീ മറ്റൊരു ടേബിളിൽ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോറിൻ കീ എന്ന് പറയാം. ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് റിലേഷനും ബാച്ച് റിലേഷനും എടുക്കാം. ബാച്ച് റിലേഷനിൽ ബാച്ച് കോഡ് ഉണ്ട്, അതുപോലെ സ്റ്റുഡൻറ്റ് റിലേഷനിലും ബാച്ച് കോഡ് ഉണ്ട്. ബാച്ച് റിലേഷനിൽ ബാച്ച് കോഡ് എന്ന് പറയുന്നത് ബാച്ച് എന്ന് പറയുന്ന ടേബിളിൻ്റെ പ്രൈമറി കീ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ബാച്ച് റിലേഷനിലെ ബാച്ച് കോഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇവിടെ പ്രൈമറി കീ ആയിട്ട് നിൽക്കുന്ന ഈ ആൾ സ്റ്റുഡൻറ്റ് റിലേഷനിൽ പ്രസൻ്റ് ആണ് അല്ലേ. അവിടെ ഉണ്ട്, നാലാമത്തെ ആട്രിബ്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ച് കോഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് റിലേഷനിൽ ഫോറിൻ കീ ആണ്. ആൾ ഫോറിനറാണ്. ഇവിടെ വേറൊരു ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഈ സ്റ്റുഡൻറ്റ് റിലേഷനിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ആ ബാച്ച് കോഡ് എന്ന് പറയുന്ന ആൾ സ്റ്റുഡൻറ്റ് റിലേഷനിൽ ആരാണ്? ഫോറിൻ കീ ആണ്. അതാണ് ഫോറിൻ കീ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഈ കീസ് ഏതാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ടേബിൾസൊക്കെ തന്നിട്ട് ചോദിക്കാം, ഇതിലേതാണ് കാൻഡിഡേറ്റ് കീ, ഏതാണ് പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീസ് ഏതാണ്, കോമ്പോസിറ്റ് കീ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് കീസ് എന്ന് പറയുന്നത്.